ഹലോ. അങ്ങനെ 2026 ഞാനും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലെ എന്നുള്ള ലോകത്തുള്ള എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ളതാണല്ലോ. ആധാർ കാർഡും പാസ്പോർട്ടും എല്ലാം പോലെ. അപ്പോൾ എനിക്ക് ആധാർ കാർഡും ഐഡിയും പാൻ കാർഡും എല്ലാം ആയി. ഇതിൻ്റെ ഒരു കുറവ് വേണ്ട. പഠിക്കാൻ പറഞ്ഞപ്പോൾ പഠിച്ചു, എൻജിനീയറായി, PhD എടുത്തു, ജോലിയായി, ഇപ്പോൾ യൂട്യൂബും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല വീഡിയോസ്. ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ സാധനങ്ങളും ഉഡായിപ്പ് സാധനങ്ങളും കൊണ്ടാണ് ഇതിൽ വരാൻ പോകുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. കാലങ്ങളായിട്ട് ഒരേ പാത്രം യൂസ് ചെയ്തിട്ട്, കാരണം ഇതൊരു റൈസ് കുക്കറാണ്. അപ്പോൾ ഇതിൽ ഈ ഒരൊറ്റ അലുമിനിയത്തിൻ്റെ ഈ ഒരു ഇത് മാത്രമാണ് ഫിറ്റ് ആവുന്നത്. ഇത് അതിൻ്റെ കൂടെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ഉഡായിപ്പ് വെജിറ്റബിൾ ബിരിയാണിയാണ്. ഞാനതിൽ ഗീ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ ഏലക്ക ഇട്ടിട്ടില്ല, പെരുംജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. ഉള്ള സാധനങ്ങളൊക്കെ ഇടുന്നുള്ളൂ. പിന്നെ അത് ചെറുതായി വാടിക്കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ടു. ഉള്ളി വാട്ടിയപ്പോൾ പച്ചമുളക് ഇട്ടു. പിന്നെ ഇപ്പോൾ തക്കാളി ഇടുന്നു. തക്കാളി കുറച്ച് നന്നായിട്ട് വാടണം. ഇതിനൊന്നും കണക്ക് ഞാൻ പറയില്ല. ഇതെല്ലാം എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ അടി പിടിക്കും ശരിക്കും പറഞ്ഞാൽ ഈ പാത്രത്തിൽ. പിന്നെ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്, ഗരം മസാല ഇടുന്നുണ്ട്, അതേപോലെ മറ്റേ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. അതല്ലാതെ വേറെ മസാലകളൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് മുളക് പൊടി ഇടുന്നത് അത്ര ഇഷ്ടമല്ല. പച്ചമുളക് എനിക്ക് കറിയിലാണെങ്കിലും ചിക്കൻ കറിയിലൊക്കെ ആണെങ്കിലും വെറുതെ എടുത്ത് തിന്നുന്നത് ഇഷ്ടമാണ്. കറിയിലുള്ളതാണ് ഞാൻ പച്ചമുളകാണ് എപ്പോഴും കൂടുതലായിട്ട് ഇടുക എല്ലാത്തിലും. ഈ പാത്രത്തിൻ്റെ വൃത്തിയൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ PhD ചെയ്യാൻ വന്ന സമയത്ത് വാങ്ങിയ പാത്രമാണിത്. അതിലാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5-6 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പോൾ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പാകത്തിന്, എനിക്ക് അളവ് പറയാൻ അറിയില്ല, ഞാനിങ്ങനെ ഇട്ട് നോക്കും എല്ലായിടത്തും ഉപ്പെത്തിയോ എന്നുള്ള പോലെ. പിന്നെ ഈ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കേട് ചേർക്കാറുണ്ട്, തൈര് കുറച്ച് ചേർത്താൽ മതി. ഇതൊക്കെ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യും. പിന്നെ ഇതൊന്ന് ഒരിത്തിരി വേവണം. ഇത് ഒരിത്തിരി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇത് എനിക്കൊന്നൊരു 5 minutes ഈ പാത്രത്തിൽ, അതുകൊണ്ട് അതിൻ്റെ ടൈമിംഗ് ഒന്നും ശരിയാവില്ല. പിന്നെ അതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുതിർത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ എടുക്കാൻ പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 2-3 ദിവസമൊക്കെ കഴിക്കും. അതാണ് കണ്ടോ, ഇപ്പം ഞാൻ കാണിക്കുന്ന ആ പാത്രമില്ലത്. ഈ ഒരു കപ്പിലാണ് ഞാൻ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോലത്തെ 1.5 കപ്പ് വെള്ളം എന്നുള്ളതനുസരിച്ച് വെള്ളം എടുത്ത് ചേർത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, മൂടി വയ്ക്കുക. ഒറ്റൊരു പാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം സിമ്പിളാണ്. ഒരു വേവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെള്ളം ഒന്ന് ജസ്റ്റ് ഇതായിക്കഴിഞ്ഞാൽ ഞാൻ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കും. പിന്നെ മൂടി വയ്ക്കും. പിന്നെ ഒന്ന് ഇളക്കി നോക്കും, കാരണം ഇത് അടി പിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് ഇളക്കി നോക്കും. പിന്നെ എടുത്തിട്ട് വെന്താൽ അത് വെള്ളം വറ്റിയാൽ ഈ പാത്രത്തിലുള്ള വേവ് കണക്കാം. പക്ഷേ ഒരു 15 minutes ഒക്കെ, 15-20 minutes ഒക്കെ കഴിയണം കേട്ടോ വേവാനായിട്ട്. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഇത് കൂട്ടി കഴിച്ചു. താങ്ക് യു.